Dear students, a cohort study in smoking and lung cancer. The study follows 1000 smokers and 1000 non-smokers for 10 years. At the end of the study, 50 smokers and 5 non-smokers have developed lung cancer. What is the incidence rate of lung cancer among smokers? Options 0.5%, 1%, 2%, 5%. ആക്ച്വലി ഇതിൻ്റെ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഇതിനകത്ത് ലാസ്റ്റ് പോർഷൻ മാത്രം ആലോചിച്ചാൽ മതി. വാട്ട് ഈസ് ദ ഇൻസിഡൻസ് റേറ്റ് ഓഫ് ലങ് ക്യാൻസർ എമംഗ് സ്മോക്കേഴ്സ്? നമുക്കറിയാം 1000 സ്മോക്കേഴ്സാണുള്ളത്. 1000 സ്മോക്കേഴ്സിൽ 50 പേർക്ക് ഇത് വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. 50 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 അല്ലെങ്കിൽ 100 അല്ലേ? അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5% കിട്ടും. ഡയറക്റ്റ് ആൻസറിലേക്ക് തന്നെ പോകാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ കുറച്ച് കുറുക്കു വഴികളുണ്ട്. ഇതിനകത്ത് ചോദിക്കുന്ന പല രീതിയിൽ ചോദിക്കും. ഇൻസിഡൻസ് റേറ്റ് ഓഫ് ലങ് ക്യാൻസർ ഇൻ എ ഇയർ എന്ന് ചോദിക്കും. ഒരു വർഷം എത്ര? അപ്പോൾ നമ്മൾ ഈ 5% എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് 10 വർഷത്തെയാണ്. ഈ 10 വർഷത്തേത് ഒരു വർഷമായിട്ട് മാറ്റണം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0.5% എന്ന് പറയുന്ന വാല്യൂ ആണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ട ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് പെർ ഇൻസിഡൻസ് റേറ്റ് പെർ 100 സ്മോക്കേഴ്സ്. 100 സ്മോക്കേഴ്സിൽ എത്രയാണ് ഇൻസിഡൻസ് റേറ്റ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1000 സ്മോക്കേഴ്സിൽ 5% എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് 100 സ്മോക്കേഴ്സിലേക്ക് വരുന്ന സമയത്ത് അത് കൂടുവോ കുറയുമോ? 1000 സ്മോക്കേഴ്സിൽ 50 പേർക്കേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ 100ലേക്ക് വരുമ്പോൾ വീണ്ടും കുറയുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പറഞ്ഞു കൂട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 1000ൻ്റെ 10 മാത്രമാണ് 100. അപ്പോൾ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴും ആൻസർ വരുന്നത് 0.5% ആവും. മനസ്സിലായല്ലേ? അപ്പോൾ അവിടെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആംഗിളിലും അങ്ങ് പറയുകയാണ്. ക്വസ്റ്റ്യൻ പറയുന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻസ് റേറ്റ് എമംഗ് 100 സ്മോക്കേഴ്സ് പെർ ഇയർ എന്ന് ചോദിക്കാം അല്ലേ? അപ്പോൾ 10 വർഷത്തെ കാൽക്കുലേഷനാണ് ആദ്യം നമ്മൾ പറഞ്ഞ് വെച്ചേക്കുന്നത്. 100 സ്മോക്കേഴ്സിൽ 10 വർഷത്തിലെ കാൽക്കുലേഷൻ 0.5 വരുന്നത്. അപ്പോൾ അത് ഇനി ഒരു വർഷത്തിൽ കാണണം. വീണ്ടും എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0.05% എന്ന് കിട്ടും. കാൽക്കുലേഷൻ ആയതുകൊണ്ട് തലയിലേക്ക് കയറാൻ പാടായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ രേഖപ്പെടുത്തി വെക്കുക, എഴുതി വെക്കുക. അതിനുശേഷം അത് വീണ്ടും എടുത്ത് വായിച്ച് നോക്കുക, വോയിസ് ഒന്നുകൂടെ കേൾക്കുക. എങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പഠിക്കും. പക്ഷേ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്ട്രാക്റ്റേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വളരെയധികം കൂടി വരികയാണ്. നിങ്ങൾ 2010-15 കാലയളവിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ വ്യത്യാസമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ തന്നെ മാറി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. പണ്ട് 1-1.5 ബുക്കൊക്കെ വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്ന് എവിടെ നോക്കിയാലും ഇൻഫോർമേഷൻസ് ആണ് അല്ലേ? എവിടെ നോക്കിയാലും ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് തുറന്നാലും ടെലഗ്രാം തുറന്നാലും യൂട്യൂബ് ചാനൽ തുറന്നാലും എല്ലായിടത്തും ഇൻഫോർമേഷൻ പൂളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ഇത്രമാത്രം ഇൻഫോർമേഷൻ പൂൾ നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് അതിൽ നിന്ന് വെളിയിൽ നിന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്താൽ മാത്രമേ ഇവരുടെ സ്റ്റാൻഡേർഡ് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും ഡിഫിക്കൽട്ട് ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പഠിച്ച് പോവുക. അപ്പോൾ ഇനി സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചാലും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻ എത്ര ടഫായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.